രക്ഷിക്ക്. എടി, നില്ല് ഞാൻ. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ശിവാനി, ശിവാനി, ഇവിടെ എല്ലാം തോന്നല്ലോ. ഇനി ആളില്ലാത്ത നേരത്ത് മുറി കയറിയെന്നും പറഞ്ഞ് അതിന് പ്രശ്നം ഉണ്ടാക്കുവോ എന്തോ. ആ വരുന്ന വരട്ടെ. ഇത് ശിവാനിയുടെ ഗുളികയാന്ന് തോന്നല്ലോ. ഇതെന്താ ഇതിന്റെ ഇടയിൽ കൊണ്ടുവയ്ക്കുന്നത്? നിർമ്മല ആന്റി, ആന്റി, ആ ആന്റി ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഓടി വന്നതാ. ഗൗതം പുറകെ വരുന്നുണ്ട്. ഇതെന്താ ഒരു ഗുളിക? ഇവിടെ നീട്ടി. അത് നിർമ്മല പറയരുത്. ഇത് ശിവാനിക്ക് ഡോക്ടർ കൊടുത്ത ഗുളികയാന്ന് തോന്നുന്നു. പക്ഷേ ഇത് ശിവാനി കഴിച്ചില്ലല്ലോ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാ, ശിവാനി ഭക്ഷണം കഴിച്ചാലും ഗുളിക കഴിക്കാറില്ല. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ഗുളിക കഴിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പതേ ഞാൻ ബെഡ്ഷീറ്റ് വലിച്ചപ്പോ അതിനടിയിൽ ഈ ഗുളിക നിലത്ത് വീണത്. ബെഡ്ഷീറ്റിനടിയിൽ നിന്ന് ഗുളിക നിലത്ത് വീഴണമെങ്കിൽ അതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. സംതിങ് റോങ്. ഇത് അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യല്ലേ? ശിവാനി എങ്ങനെ ഗുളിക കഴിക്കാതിരിക്കൂ? ചിലപ്പോ കഴിക്കാനെടുത്തപ്പോ കൈ നെങ്ങാനും വീണ് അതിന്റെ ഇടയിലേക്ക് പോയതായിരിക്കും. നിർമ്മലമ്മ, ആ ബെഡ്ഷീറ്റ് ഒന്ന് നന്നായിട്ട് വലിച്ചെടുത്തേ. എന്നിട്ട് ആ ബെഡ് ഒന്ന് ഉയർത്ത് നോക്കി. നിർമ്മല ആന്റി, നമുക്ക് ഈ ബെഡ് ഒന്ന് പൊക്കി നോക്കാം. ആന്റി ഒന്ന് പിടിച്ചേ. പിടിക്കും. ഇത് അബദ്ധത്തിൽ കയ്യിൽ നിന്ന് പോയതൊന്നുമല്ല, ഒളിപ്പിച്ചു വെച്ചേക്കുന്നതാ. ഗൗതം പറഞ്ഞതാ ശരി, ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. ഇടയ്ക്ക് തോന്നി എന്റെ ഒരു സംശയം ഇപ്പം ബലപ്പെടുക. പ്രഗ്നന്റ് ആണെന്ന് ശിവാനി പറഞ്ഞത് പോലും കള്ളമാണ് നിധി. വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് അവള് കള്ളം പറയുക. അയ്യോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ല ഗൗതം. ഏതെങ്കിലും ഒരു പെണ്ണ് വെറുതെ അങ്ങനെ പറയുമോ? അവള് പറയും. അല്ലെങ്കിൽ എന്തിനേയും ഗുളിക കഴിക്കാതിരിക്കണം? നിനക്കൊരു കുഞ്ഞ് ജനിക്കും മുമ്പേ സ്വന്തം കുഞ്ഞ് ജനിക്കണമെന്ന് വാശി പിടിക്കുന്നവളല്ലേ ശിവാനി? അങ്ങനെയാണെങ്കിൽ ഡോക്ടർ കൊടുക്കുന്ന ഗുളിക പോലും കഴിക്കാതിരിക്കുവോ? എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. എനിക്ക് ഗൗതം പറഞ്ഞ ഈ സംശയം നേരത്തെ ഉള്ളതാ. പ്രഗ്നന്റ് ആയ ഒരു പെണ്ണ് കാണിക്കുന്ന ഒരു മാറ്റവും ശിവാനി കാണിക്കുന്നില്ല. അല്ല, എത്ര നാളിങ്ങനെ ശിവാനിക്ക് കള്ളം പറയാൻ പറ്റും? കുറച്ചു മാസങ്ങൾ കഴിയുമ്പോ വയറൊക്കെ വലുതാവേണ്ടതല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഗുളിക കഴിക്കാതിരിക്കുന്നത്? കള്ളമാണ് അവള് കാണിക്കുന്നതെങ്കിൽ അത് ചതിയാണ്. സത്യം എന്താണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അയ്യോ, നമ്മളായിട്ട് എന്തെങ്കിലും പറയാൻ പോയാ അതിനി വലിയ വിഷയാവും. നേരിട്ടൊന്നും പറയണ്ട. ശിവാനി ഒരു ചെക്കപ്പിന് കൊണ്ടുപോകാൻ പറ്റൂ. നമ്മുടെ അവസാനം കണ്ട ജയലക്ഷ്മി ഡോക്ടറെ കാണിച്ചാൽ മതി. അപ്പൊ സത്യം അറിയാൻ പറ്റുമല്ലോ. അത് ശരിയാ. നാളെ തന്നെ ശിവാനി ഒരു ആശുപത്രി കൊണ്ടുപോകണം. നിർമ്മലാന്റി, ഈ ഗുളികകളെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ. അവൾക്ക് സംശയം തോന്നണ്ട. വാ ഗൗതം. അല്ല, പറയാൻ വന്ന കാര്യം പറഞ്ഞില്ല. ആ അതോ, അതെന്താന്ന് വെച്ചാൽ അതൊന്നും ഇല്ലാന്നേ. ഇങ്ങോട്ട് പറയില്ലെന്നേ പറഞ്ഞു. ശിവാനി കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓർമ്മ കാണുമെന്നറിയാം. എന്നാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതേ ഉള്ളൂ. ഡോക്ടർ തന്ന ഗുളികളൊക്കെ കൃത്യസമയത്ത് മുടങ്ങാതെ കഴിക്കണം. നിന്നെ എനിക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് പറയുക. പഴയതുപോലെ ചാടി തുള്ളി സ്റ്റെപ്പിറങ്ങിയൊന്നും പോകരുത്. എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ ബാൽക്കണിയിൽ നിന്ന് അമ്മയൊന്ന് വിളിച്ചാൽ മതി. ഒന്നും മോളെങ്കിലും ചെയ്യും. എന്തു പറ്റി? എന്തിനാ എന്നോട് സംസാരിക്കാൻ വരുന്നേ? അപ്പുറത്ത് നിങ്ങളുടെ ചേട്ടൻ ചേർത്തിക്കില്ലേ? ഓ,
നീ എന്തിനാ ഇപ്പൊ ഇത്രയും ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യം വരും. കാരണം പഴയതൊന്നും മറക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഞാൻ അനുഭവിച്ച വേദനകൾ. പ്രണവിനെല്ലാം മറക്കാൻ പറ്റുമായിരിക്കും. ചേട്ടാന്നും ചേട്ടത്തിന്നും വിളിച്ച് പുറകെ കൂടുന്നതിന് ഒരു നാണവും കാണില്ല. പക്ഷെ എനിക്കങ്ങനെയല്ല. അത്തരക്കാരിയല്ല ഞാൻ. ഒരു കോഫി ഷോപ്പ് ബിസിനസ് തുടങ്ങാൻ പോയപ്പോ അത് തടയാൻ എന്തൊക്കെ കോപ്രായങ്ങളെ രണ്ടും കൂടി കാണിച്ചു കൂട്ടിയത് അതൊക്കെ മറന്നോ? ഒരു കള്ളപ്പത്രം ഉണ്ടാക്കി മേജർ ഷെയറും അങ്ങ് സ്വന്തം പേരിലാക്കി നിധിയെ നോമിനിയാക്കിയതും പ്രണവിനൊരു സബ്ജക്റ്റേ അല്ല. അതൊക്കെ പണത്തിന്റെയും ബിസിനസിന്റെയും കാര്യമാണെന്ന് വെക്കാം. പ്രണവിന്റെ മുന്നിൽ വെച്ചല്ലേ ഗൗതമന്റെ മുഖത്തടിച്ചത്. അതിനെ കുറിച്ചെങ്കിലും ചേട്ടാന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പോകുമ്പോ ഒന്ന് ആലോചിച്ചൂടെ? പ്രണവിന് ഇത് എന്താ പറ്റിയത്? ഇങ്ങനെ മാറാൻ വേണ്ടി എന്താ ഉണ്ടായേ? ശിവാനി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഒന്നും കേക്കണ്ട എനിക്ക്. പ്രണവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടി അവരോട് നിരന്തരം വഴക്കടിച്ച ആളാ ഞാൻ. ഇപ്പൊ ഞാൻ മാത്രം അവരുടെ ശത്രു. പ്രണവ് അങ്ങ് സ്വന്തം അനിയനായി. ശിവാനി, നീ ഇനിയിപ്പോ എന്ത് വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പവും ഇല്ല. എന്തായാലും ചേട്ടനുമായിട്ട് ഒരു വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനില്ല. ഇനി അങ്ങോട്ട് ഒരുമിച്ചൊരു കുടുംബമായിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകാനാ എന്റെ തീരുമാനം. ഏട്ടന് ഏട്ടത്തേക്ക് എല്ലാ വിരോധങ്ങളും കളഞ്ഞില്ലേ? സ്നേഹത്തോടെ സംസാരിച്ചല്ലോ. നീ ഏട്ടത്തിയുടെ കാര്യം തന്നെ എടുത്ത് നോക്ക്. ഒരു കുഞ്ഞിന്റെ കാര്യം ഓർത്ത് സങ്കടപ്പെടുന്ന ഒരു സ്ത്രീയാണവര്. എന്നിട്ടും നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ നിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി മെനക്കെട്ട് കൂടെ നിൽക്കുന്നില്ലേ? ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കരുത്. എനിക്കതിന് പറ്റത്തില്ല. എന്റെ ഭാഗത്തും തെറ്റുകളുണ്ട്. ഒന്നുമില്ലെങ്കിലും ഏട്ടത്തിയുടെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞത് ആ ജ്യോതിർമയല്ലേ? അവരുടെ ഭർത്താവ് CKസിന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് ഞാൻ ആ കോഫി ഷോപ്പ് തുടങ്ങാൻ പാടില്ലായിരുന്നു. കാര്യങ്ങൾ ഇപ്പൊ അങ്ങനെയായോ? നിധിയും ഗൗതമ ചേർന്ന് നമ്മുടെ വിവാഹം മുടക്കാൻ നോക്കിയില്ലേ? അപ്പൊ സഹായിച്ചത് CKC അങ്ങളും ജ്യോതിർമയി ആന്റിയല്ലേ? ചെയ്തു തന്ന ഉപകാരങ്ങൾ മറക്കരുത് പ്രണവേ. ശിവനെ നോക്ക്, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? എല്ലാവരുടെയും ഭാഗത്തും തെറ്റുകളുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ടെൻഷൻ ആവേണ്ട സമയമല്ല നിന്റേത്. ഈ ദേഷ്യം എടുത്തു കാട്ടൊക്കെ കള. ഏത് സമയവും മനസ്സ് സന്തോഷത്തോടെ വെക്കണം. അതിന് കുടുംബത്തുള്ള എല്ലാവരും യോജിച്ചു പോകുന്നതാണ് നല്ലത്. നടക്കില്ല. എന്നെ അതിന് കിട്ടില്ല. നിന്നെ ഏത് സമയവും ദേഷ്യപ്പെടുന്ന സ്ത്രീകൾ പോലും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് സൗമ്യരാവൂന്ന് കേട്ടിട്ടുണ്ട്. നിന്റെ വർത്താനവും ഈ നടത്തേം പോക്കും ഒക്കെ കണ്ടിട്ട് ശരിക്കും നീ പ്രഗ്നന്റ് അല്ലാന്ന് പോലും എനിക്ക് തോന്നുന്നു. ഇങ്ങനെയൊന്നും ആവല്ലേ ശിവാനി. സൂക്ഷിക്കണമെന്ന് ഞാൻ ഏത് സമയം പറയുന്നതല്ലേ? വാ നോക്ക്, ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് ആദ്യം എടുത്ത് കള. എന്നിട്ട് ഈ പുസ്തകങ്ങളൊക്കെ ഒന്നെടുത്ത് വായിക്കും. ആശുപത്രി ചെന്നാലും ഫ്രീ ടൈം ഒക്കെ കിട്ടുമല്ലോ, അപ്പൊ എടുത്ത് വായിക്കാം.